ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ചില അവസരങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവാറില്ലേ? അങ്ങനെയുള്ളപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1.5 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത സേമിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ നെയ്യിൽ അല്ലെങ്കിൽ ഓയിലിൽ ഒന്ന് വറുത്തെടുത്താൽ നല്ലതായിരിക്കും. ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായി തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഈ സേമിയ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. എന്നാൽ ഇത് ഒരുപാട് വെന്ത് ഉടയാനും പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പാകം നോക്കി വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ച് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മീതെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് സേമിയ കിട്ടും. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്നും ഒരുപാടൊന്നും മൂത്ത് വരണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സും അതുപോലെ 2 ടേബിൾ സ്പൂൺ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടി ചേർത്ത് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, അതേപോലെ തന്നെ 1 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ മട്ടർ അഥവാ ഗ്രീൻ പീസ്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഒന്ന് പൊരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഈ സേമിയ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ശക്തിയിലൊന്നും കുഴയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ആയി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ചെറുനാരങ്ങയുടെ നീരും അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ, ഇനി അതും അല്ലെങ്കിൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ടിഫിൻ ഐറ്റമായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ഹെൽത്തിയുമാണ്, അതേപോലെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുവരെ സേമിയ കൊണ്ട് ഉപ്മാവ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.